ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ബാംഗ്ലൂർക്ക് പോയ ഒരു മിനി വ്ളോഗാണ് ഇടുന്നത്. ഞങ്ങളിവിടുന്ന് പോയി തിരുവനന്തപുരം സെൻട്രലിലേക്കാണ് പോയി അവിടെ എത്തിക്കഴിഞ്ഞു. രാത്രി മൊത്തം യാത്രയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു റെസ്റ്റോറൻറ്റ്സ് ഒന്നും അവൈലബിൾ ഇല്ല. എന്നാലും കണ്ട ഒരു റെസ്റ്റോറൻറ്റിൽ കയറി പൂരി കഴിച്ചു. ഒരു സ്പെഷ്യൽ പിക്കിൾ അവിടെ എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് ബലന്തൂർ എക്കോ സ്പേസിൽ പോകേണ്ടി ഉണ്ടായിരുന്നു. അവിടെ ഒരാളെ കാണാൻ ഉണ്ടായിരുന്നു. അവിടെ പോയി അവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് അവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയി. റെസ്റ്റോറൻറ്റിൽ അടിപൊളി ഫുഡായിരുന്നു. എല്ലാ വെറൈറ്റീസും ഉണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യൻ ഫുഡ്, സൗത്ത് ഇന്ത്യൻ ഫുഡ്, പിന്നെ കർണാടക ഫുഡ്, പുളിയോദര, പിന്നെ എന്തോന്ന് വൈറ്റ് റൈസ്, തൈർ സാദം, ഇങ്ങനെ ഒരു അൺലിമിറ്റഡ് വെറൈറ്റീസ് ആയിരുന്നു അവർ സെർവ് ചെയ്തത്. എല്ലാം റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല, എങ്കിലും കുറേയൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തു. വളരെ നല്ല രീതിയിൽ ഞങ്ങൾ ആ ഫുഡ് എൻജോയ് ചെയ്തു. ചെറിയ ഒരു മധുരമുണ്ട്. അതും ഒരു ടേസ്റ്റാக തന്നെ ആയിരുന്നു. ഒരു ഡിഫറൻസ് ഇവിടുത്തെ ഫുഡിന്, ഞങ്ങളെ ഫുഡിന് അവിടുത്തെ ഫുഡിന്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെ കസിനാണ് അവിടെ ഉണ്ടായിരുന്നു. കസിനും വൈഫും ഒക്കെ അവരെയൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് അവിടെ മെട്രോയിൽ ഞങ്ങൾ കയറി ആദ്യമായിട്ടാണ് മെട്രോ ട്രൈ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ കബൻ പാർക്കിൽ പോയിരുന്നു. കബൻ പാർക്ക് വളരെ നല്ല ഫേവറബിൾ ഒരു ക്ലൈമറ്റായിരുന്നു. അവിടെ ഇരിക്കാനും എൻജോയ് ചെയ്യാനും ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ കോഫിയൊക്കെ കുടിച്ച് കുറേ സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. നല്ല ക്ലൈമറ്റായിരുന്നു. പുറത്ത് വരാനേ മനസ്സില്ല, അത്രയ്ക്ക് നല്ല തണുപ്പും. അത് കഴിഞ്ഞ് ബാംഗ്ലൂർ ബസ് സ്റ്റോപ്പിലേക്ക് പോയി. അവിടെയും വളരെ നല്ല ഈവനിങ് ആയതുകൊണ്ട് സാവകാശം നടന്നാണ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരുപാട് സമയം ഉണ്ടായിരുന്നു. ഐലൻഡ് എക്സ്പ്രസ് 8:30 മണിക്കായിരുന്നു രാത്രി. അപ്പോൾ അതിലേക്ക് വരാൻ വേണ്ടി കുറേ സമയം വെയിറ്റ് ചെയ്തു. ആ സമയം കൊണ്ട് ഞങ്ങളവിടെ ഫുൾ ബോഡി മസാജ് ചെയ്തു. ഞാനും എൻ്റെ ഹസ്ബൻഡും ഒക്കെ മസാജ് ചെയ്തിട്ട് പിന്നെ ട്രെയിൻ വന്നു. കറക്റ്റ് സമയമായിരുന്നു. ട്രെയിനിനകത്തും നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. രാത്രി ആയതുകൊണ്ട് ചൂടൊന്നുമില്ല. നല്ല AC കമ്പാർട്ട്മെൻറ്റും നല്ല തണുപ്പും എല്ലാം എൻജോയ് ചെയ്തിട്ട് ഇന്നതാ ഇപ്പോഴിതാ പേട്ടയിൽ വന്നെത്തി. ഒരു 12:30 മണി കഴിഞ്ഞു വന്നെത്തിയപ്പോൾ. നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. വീണ്ടും അവിടെ പോകണമെന്നുണ്ട്. ഇതുപോലെ പിന്നെ ഒരുപാട് സമയം നിൽക്കാൻ പറ്റിയില്ല, സ്കൂളുള്ളത് കാരണം. 2 ദിവസം തന്നെ എൻജോയ് ചെയ്യാൻ പറ്റിയത്. ഇനിയും ഇതുപോലെ ചാൻസ് കിട്ടുമ്പോൾ പോകണം. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ബാംഗ്ലൂർ യാത്ര പൂർണ്ണമായി. വളരെ ക്ഷീണിതരായിട്ടൊക്കെ വന്നെത്തി. എൻ്റെ ഹസ്ബൻഡ് വളരെ ക്ഷീണിച്ച് ഓക്കെ ഇനി റെസ്റ്റ് എടുക്കണം എന്നുള്ള ഇതിലാണത്